ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വെക്കാൻ പോണത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ല, എന്നാലും ഞാൻ പറയാം. ഞാൻ വെക്കാൻ പോണത് സാമ്പാറാണ്. ഇതിലെല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. മുരിങ്ങക്കയുണ്ട്. ഇതാ മുരിങ്ങക്ക, വെണ്ടയ്ക്കും വൈതിരിഞ്ഞ് ഞാനിപ്പോൾ ഇട്ടില്ല. ബാക്കി ഇളവന്, പച്ചക്കായി, ഉരുളക്കിഴങ്ങ്, പിന്നെ എന്തൊക്കെ ഉണ്ട്, എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചുടുവെള്ളം ഒഴിക്കുക. ചുടുവെള്ളം ആട്ടോ ഒഴിച്ചത്. എന്നിട്ട് നല്ലോണം കിടന്ന് വേവട്ടെ. എന്നിട്ടോ ഞാൻ കായത്തിൻ്റെ കഷ്ണം ഇട്ടിട്ട് കാണിക്കാൻ മറന്നുപോയി. അത് ഇടുമ്പോൾ കാണിക്കാൻ മറന്നുപോയി. കാണിച്ചു തരാം. ഇത് കേട്ടോ, കായത്തിൻ്റെ കഷ്ണമാണിത്. ഇത് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയിലിട്ട് വറുത്തതാണിത്. ഒരു ചെറിയൊരു കഷ്ണം, നന്നായി വലിപ്പമില്ലാത്തൊരു കഷ്ണമാണ്. നമുക്ക് തേങ്ങ ഇതിലിട്ട് വറുത്തിട്ടണം. ഇനി നമുക്ക് പച്ചമുളക്, കരിവേപ്പില, ഉള്ളിയൊക്കെ ഇടണം കേട്ടോ വറുക്കുമ്പോൾ. അതൊക്കെ ഞാനിപ്പോൾ ഇടും. ഇതൊന്ന് ഇതായി കിട്ടട്ടെ. വെണ്ടയ്ക്കും വൈദ്യരാണ് കേട്ടോ. ഇത് നമുക്ക് ലാസ്റ്റ് കുറച്ചൊന്ന് ഒരു മുക്കാൽ വേവ് അതാകുമ്പോൾ ഇതിട്ടാൽ മതി, അല്ലെങ്കിൽ തുടങ്ങി പോകും കേട്ടോ. നല്ലോണം തിളച്ച് വേവുന്നുണ്ട്. നല്ലോണം വെന്തിട്ടെ. മഞ്ഞപ്പൊടി, ഇരുമ്പ് മുളക് പൊടി ഇട്ടിട്ടുള്ളേ. ചേനൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. മറന്നു വരയ്ക്ക് പറയാൻ. എന്തൊക്കെയോ കഷ്ണം, എല്ലാ കഷ്ണവും ചെറുങ്ങനുണ്ട്. ഇതാ ഇതൊക്കെ ചേനാണ്. ഉരുളക്കിഴങ്ങുണ്ട്, ചേന ഉണ്ട്. വേവട്ടെ. ഞാൻ ഇതിൽ മക്കളെ ഇതാ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കരിവേപ്പില, ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് എന്താ പറയുക ഉലുവ, ജീരകം ഇതൊക്കെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഈ രസം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇട്ടിട്ട് വറക്കണം. കുറച്ചും കൂടെ അതൊന്ന് നെരിയട്ടെ കേട്ടോ. നെരിഞ്ഞിട്ടെ കേട്ടോ. ഞാൻ ഇത് കർമ്മസാൻ്റെ സാധാ മല്ലിയാട്ടോ, മല്ലിപ്പൊടിയാണ്. ഒന്നും കൂട്ടി കഴിച്ച് ജീരാതൂത് ഇട്ടോന്നല്ല. പട്ടപ്പൊടി ഒന്നും ഇടാത്ത മല്ലിപ്പൊടിയാണിത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരപ്പൊടി ഇതൊന്നും കൂടെ ഇട്ടുകൊണ്ട് നമുക്കൊന്നിത് വറുത്തെടുക്കണം. കായ ഇട്ടിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വറുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കായപ്പൊടി ഒന്നും വാങ്ങണമെന്നില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖവും സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ. ഇന്നിപ്പോൾ ഇനി നോമ്പ് തുറക്കുമ്പോഴത്തേന് ദോശയും കായ അങ്ങനെ തന്നെ ഉണ്ട്. കായ ആട്ടുമ്പോൾ ആട് വയ്ക്കൂലേ. കായ പൊരിഞ്ഞിട്ടിട്ടില്ല. കായ ഒന്ന് പൊരിഞ്ഞൂട്. കായ എന്ത് കൊണ്ട് കൊടുത്തോ? എന്ത് ശർക്കര? ഇതൊക്കെ ഒരു വിധം വെന്ത് കേട്ടോ. ഇനി നമ്മളിതാ ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് നല്ലോണം തിളച്ച് വേവട്ടെ. എന്നിട്ട് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ ആട്ടിയിട്ട് ഇതിലിട്ട് കൊടുക്കണം. നല്ലോണം ഒന്ന് വേവട്ടെ കേട്ടോ. ലേസ പുളി ഒഴിക്കണം കേട്ടോ. ഏട്ടാ ഒരു നെല്ലിക്ക, ഒരു ചെറിയ കുഞ്ഞി നാരങ്ങൻ്റെ വലുപ്പത്തിൽ പുളി ഇട്ടിക്കണേ. അത് അതിൻ്റെ കൂടെ തന്നെ ഇട്ടാട്ടും ഞാൻ കേട്ടാ. നല്ല പുളിയാണ്. പിന്നെ ഞാനിതിൽ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് നല്ലോണം ഇതാ ആട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. റഹ്മാനിർറഹീം. ഇതാ ആട്ടി കൊണ്ടുവന്നിട്ട് നമുക്കിതിൽ നിന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് കിടന്നിട്ട് ലേസം ഒന്ന് തിളക്കട്ടെ. ഞാൻ മിക്സിയിൽ ഒറ്റ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇടാണ്ട്. അത് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിതാ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഇത്തിരി കരിവേപ്പില ഇടണം. കരിവേപ്പില എല്ലാ പണിയും കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വറവ് ഇടണം. കടുകും മുളകും ഒക്കെ ഇട്ടിട്ടൊന്ന് വറവിട്ടാൽ അടിപൊളി ആയിരിക്കും കേട്ടോ. അടിപൊളി. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും നോമ്പ് തുറക്കുകയാണ്. എല്ലാവരും നോമ്പ് തുറക്കായിരിക്കും ഈ ടൈമിൽ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.